തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണം രചിച്ച പാട്ടോർമ്മകൾ വോളിയം 2 മാനസമൈനേ വരൂ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിലേറെ സന്തോഷം. നമുക്ക് പാട്ട് വലിയ ഇഷ്ടമാണ്, ഓർമ്മകൾ അതിലേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പാട്ടും ഓർമ്മയും ചേർത്തൊരു പൂക്കണി ഒരുക്കിയിരിക്കുകയാണ് ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലൂടെ ഇതിനു മുമ്പുള്ള പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അത് മലയാള സിനിമ സംഗീത ചരിത്രത്തിൽ അനശ്വരമായ സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രഗത്ഭ വ്യക്തികൾക്കുള്ള ഒരു സമർപ്പണമാണ് ഇതിലുള്ള ഓരോ വാക്കും വരിയും എന്ന് ഞാൻ ആദരപൂർവ്വം പറഞ്ഞോട്ടെ. നമുക്കറിയാം, ഈ എഴുതുക, വായിക്കുക, കേൾക്കുക, പഠിക്കുക, പകർത്തിവെക്കുക, പ്രയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണയിൽ കവിഞ്ഞ ഒരു ക്ഷമാശീലവും അതിനോടുള്ളൊരു താല്പര്യവും ശ്രമവും വേണം. നമ്മളിപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ നോക്കിയാൽ വായന എന്നുള്ളത്, അത് എഴുതുക എന്നുള്ളത്, വായിച്ച കാര്യങ്ങളെ പകർത്തി വെച്ചുകൊണ്ട് പ്രസാധനം ചെയ്യുക എന്നുള്ളത്, അതിന് പുതിയ കാലത്തെ ടെക്നോളജികളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മീഡിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, അതിലൂടെയൊക്കെ ആളുകളിലേക്ക് അറിവ് പകരുക എന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷമാപൂർണമായിട്ടുള്ള ഒരു പരിശ്രമം കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എത്രയോ അധികം, ഇപ്പോൾ 9 ദശകത്തിലേറെയായിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രത്തെ കൃത്യമായി വായിച്ചറിഞ്ഞ് അതിലെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് തെറ്റിപ്പോകാത്ത വിധത്തിൽ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കൊക്കെ അറിവിന്റെ അമൃതം പകരുക, അതിൽ ഗാനാസ്വാദനത്തിന് വഴിയൊരുക്കുക, അതിന് പാട്ടിന്റെ ഒരു പൂക്കാലം സമ്മാനിക്കുക എന്നത് വളരെയധികം അഭിനന്ദനീയമായ ഒരു ശ്രമമാണ്. അധികം ആളുകൾ ചെയ്യാത്തൊരു കാര്യമാണ്. ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ, വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കിയാലേ, സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് ആളുകൾക്ക്. സിനിമയുമായി ബന്ധപ്പെട്ട് ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ്, സൗണ്ട്, ഗാനരചന, സംഗീതം, ആലാപനം, നൃത്തം തുടങ്ങിയിട്ടുള്ള വിവിധ സുകുമാര കലകളെയൊക്കെ അഭ്യസിക്കുവാനും അവതരിപ്പിക്കുവാനും ആവേശപൂർണമായിട്ടുള്ള ആഗ്രഹമുള്ള അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ റിസർച്ച് അഥവാ ഗവേഷണം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ആ രംഗത്ത് പുതിയ തലമുറയിൽ എത്ര പേർ കടന്നു വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അവിടെ പാട്ടോർമ്മകൾ വോളിയം 1 ഒക്ടോബർ മാസത്തിലെ പാട്ടുകളെ കുറിച്ചും, വോളിയം 2 മാനസമൈനേ വരൂ നവംബർ മാസത്തെ അനുസ്മരിക്കുന്ന ദിനം പ്രതിയുള്ള ഓരോ ദിവസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പാട്ടുകളെ കുറിച്ചും എഴുതുവാനുള്ള ശ്രമം അത് അമൂല്യമാണ്, അതുല്യമാണ്, അപൂർവമാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് ഡാറ്റ റിസർച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ChatGPT ഉണ്ട്, നമുക്ക് വിക്കിപീഡിയയുടെ, ഗൂഗിളിന്റെ ഒക്കെ സഹായമുണ്ട്. അതിന് വെറുതെ പകർത്തി വെക്കുന്ന യാന്ത്രികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. ഇറ്റ്സ് എ മെക്കാനിക്കൽ ജോബ്. അത് ക്രിയേറ്റീവ് ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതിന് ഓരോന്നെയും കണക്ട് ചെയ്തുകൊണ്ട് സാഹിത്യത്തിന്റെ, ഭാഷയുടെ, അല്ലെ, കവിത്വത്തിന്റെ, പോയറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആളുകൾക്ക് ഓരോ പേജും മറിച്ചു നോക്കുമ്പോൾ നവംബർ 1 കേരള പിറവി, പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായതല്ല കേരളം എന്നൊരു പാട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആരംഭിച്ചാൽ കേരളം കേരളം, മലയാള ഭാഷയുടെ മാതക ഭംഗിയൊക്കെ അടുത്ത കുഞ്ചാക്കോവിന്റെ പിറന്നാളിനെ കുറിച്ചായിരിക്കും, പിന്നീട് മാധുര്യമ്മയുടെ ജന്മദിനത്തെ കുറിച്ചായിരിക്കും, കമലഹാസനെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരിക്കും, ലൈൻ ബസ് എന്ന ചിത്രം റിലീസായിട്ടുള്ള ദിവസത്തെ കുറിച്ചായിരിക്കും, അദ്വൈതം ജനിച്ച നാട്ടിൽ. ഓരോ കണക്ട് ചെയ്യാവുന്ന വിഷയങ്ങളെ ക്രിയേറ്റീവായിട്ട് കണ്ടെത്തിക്കൊണ്ട് അണിനിരത്തുമ്പോൾ ഇതൊരു യാന്ത്രികമായ ശ്രമമല്ല, സർഗാത്മകമായ ശ്രമമാണ്. അങ്ങനെ അദ്ദേഹം ഈ മാനസമൈനേ വരൂ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള 30 അധ്യായങ്ങളിൽ എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ ഒരു അധ്യായം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. അത് എനിക്ക് 18ാമത്തെ അധ്യായത്തിൽ മലയാള മാസങ്ങളുടെ ചിത്രഗീതികൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം തുടങ്ങിയിട്ടുള്ള മലയാള മാസങ്ങളെ ഓരോന്നിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ള പാട്ടുകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പൊ പൂവണി പൊന്നിൻ ചിങ്ങം വിരുന്നു വന്നു എന്ന പാട്ടിൽ ചിങ്ങമാസമുണ്ട്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് നീ മാസങ്ങളിൽ നല്ല കന്നിമാസം, കന്നിയെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുലാവർഷമേഘം ഒരു പുണ്യതീർത്ഥം, തുലാമാസം. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്ത് പിച്ചക പന്തലൊരുക്കിയ വാനവും വൃശ്ചിക പൂനിലാവേ തുടങ്ങിയിട്ടുള്ള വൃശ്ചിക മാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ധനുമാസത്തിൽ തിരുവാതിരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മകരമാസക്കുളിരിൽ ശരറാന്തൽ തിരിതാന്നു എന്ന പാട്ടിലെ മകരമാസക്കുളിരിനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. കുംഭമാസ നിലാവ് പോലെ കുമാരിമാരുടെ ഹൃദയം, കുംഭമാസത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. മീനവേടനിൽ കിലുക്കത്തിലെ പാട്ടിനെ കുറിച്ച്, ബിച്ചു തിരുമല സാർ എഴുതിയ പാട്ടിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. മകരം പോയിട്ടും മാടം ഒഴിഞ്ഞിട്ടും മേടം വന്നിട്ടും മേടമാസത്തിന് നമുക്ക് എടുക്കാൻ പറ്റും. പുത്തൻ വലക്കാരെ പുന്നപ്പറക്കാരെ പുറക്കാട്ട് കടപ്പുറത്ത് ചാകര എന്ന പാട്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മനസ്സിൽ മിഥുനമഴ, മിഥുനമാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർക്കിടകം പോയി ആവണിത്തുമ്പിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വെറുതെ നെറ്റിൽ നോക്കിയിട്ട് കുറെ സിനിമയുടെ പാട്ടും വരിയും എഴുതിയിരിക്കുന്നത് കണക്ട് ചെയ്യാണ്.
അതിലുള്ള എഫേർട്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് മാസങ്ങളെ സംബന്ധിച്ചൊക്കെ എഴുതപ്പെടുന്ന കൃതികളായി രചനകളായി വരാൻ പോകുന്നിടത്ത് സത്യത്തിൽ എനിക്ക് 1/2 മണിക്കൂർ നിന്ന് പറയാൻ അത്രയും കാര്യങ്ങളുണ്ട്. ഞാൻ ഈ 2 പുസ്തകവും വളരെ ഹൃദ്യമായി ആത്മാർത്ഥമായിട്ട് ആനന്ദത്തോടെ വായിച്ചതാണ്. നിന്ന് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊരു റിസർച്ച് നമ്മൾ വേറെ നടത്തേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്ത് സാഹിത്യം സിനിമ സംഗീതം സാസിസം എൻ്റെ പേരിൽ നടത്തിയ ഒരു പ്രോഗ്രാം, അതിലെനിക്ക് വളരെ ഉപകാരപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകത്തിലെ പാട്ടോർമ്മകളിലത്തെ ചില അധ്യായങ്ങൾ. ഇപ്പോൾ രവീന്ദ്ര ജെയിൻ, ആശാ ഭോസ്ലെ അവരൊക്കെ അനുസ്മരിച്ചുകൊണ്ട് അതിലൊരു അധ്യായമുണ്ട്. ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞപ്പോൾ സുജാത എന്ന ചിത്രത്തിലെ കാളിദാസിന്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണയിച്ച സൗന്ദര്യം അല്ലെ, പങ്കുമ്പ് ഗോപാലകൃഷ്ണൻ സാറിന്റെ ഒരിക്കൽക്ക് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ പാട്ട് താലിപ്പൂ പീലിപ്പൂ, ആശ്രിത വത്സലിനെ, സ്വയംവര ശുഭദിന മംഗളങ്ങൾ, ഈ പാട്ടുകളൊക്കെ എനിക്ക് പഠിക്കുവാൻ അദ്ദേഹത്തിന്റെ പുസ്തകം ഉപകരിച്ചു. ഇതുപോലെ മറ്റൊരു വേദിയിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ കടപ്പാടുണ്ട് കേട്ടോ. ഇനിയും തുടർന്നും പല വേദികളിൽ നമുക്കൊക്കെ പറയുവാനുള്ള റിസർച്ച് ഡാറ്റയാണത്. കഴിഞ്ഞില്ല. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്ന പാട്ടില് കുടമാളൂർ സൈരന്ത്രിയായി, മാങ്കുളം ബൃഹന്തളയായി, ഹരിപ്പാട്ട് രാമകൃഷ്ണൻ വലലനായി, ദുര്യോധന വേഷമിട്ട് ഗുരു ചെങ്ങന്നൂർ വന്നു, വാരണാസിതൻ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ ആട്ടക്കളരിയിൽ കളിവിളക്ക് തെളിയിച്ച കലാകാരന്മാരാണ് ഇവർ ഓരോരുത്തരും അല്ലെ. കുടമാളൂർ കരുണാകരൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ഹരിപ്പാട്ട് രാമകൃഷ്ണപിള്ള, ഗുരു ചെങ്ങന്നൂർ രാമൻ പിള്ള, വാരണാസി മാധവൻ നമ്പൂതിരി, വിഷ്ണു നമ്പൂതിരി, ഇവരെ കുറിച്ചൊക്കെ എനിക്ക് പഠിക്കുവാൻ വഴിയൊരുക്കിയത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ ആ അധ്യായമാണ്. അങ്ങനെ നോക്കിയാൽ ഇതൊരു പാഠപുസ്തകമാണ് പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും. നമ്മൾ ഈ പുതുതലമുറയെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒരു വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം പൂർത്തിയാക്കാം. നമ്മളിപ്പോ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ ത്രേതായുഗം ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ശ്രീരാമനും സീതയ്ക്ക് ഉണ്ടായിരുന്ന കാലം എന്നൊരു പ്രതീതിയിലേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് പോകും അല്ലെ. ആയിരക്കണക്കിന് യുഗമാണ്. ദ്വാപര യുഗം എന്ന് പറയുമ്പോഴും ദ്വാപര യുഗം ശ്രീകൃഷ്ണനൊക്കെ വലിയ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ മനസ്സിലാക്കിയൊരു യാഥാർത്ഥ്യം, നമ്മുടെ കുട്ടികൾ ഒരു 15, 20, 25 വയസ്സ് കുട്ടികൾ, അവരുടെ ഗാനാസ്വാദനത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ടുകളെ കുറിച്ച്, സാമ്യമകന്നോ ഉദ്യാനമേ, പ്രവാചകന്മാരെ പറയൂ പ്രകാശമകലെയാണോ, ഈ യുഗം കലിയുഗം എന്നൊക്കെ നമ്മൾ വയലാറും പി ഭാസ്കരൻ മാഷൊക്കെ പാട്ടുകളെ കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞാൽ ഇവരുടെ വിചാരം ഇതൊക്കെ എന്തോ 100 വർഷം മുമ്പുള്ള ഒരു കാര്യമാണോ നമ്മൾ പറയുന്നത് എന്നൊരു അപരിചിതത്വം ഉണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. തിരിച്ച് നമ്മുടെ കാര്യം നോക്കിയാലേ, ഏ ബനാനെ ഒരു പൂ തരാമോ എന്ന പാട്ടോ, തൂക്കി ചുവന്ന കരങ്ങളോടെ എന്നൊരു പാട്ടോ, അല്ലെങ്കിൽ നാടിൻ പൊന്മകനെ നൽമകനെ എന്ന് പറഞ്ഞ പാട്ടോ നമ്മുടെ ഈ ലോകത്തുള്ള പാട്ടല്ല എന്ന് തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനും തിരുത്തൽ ആവശ്യമാണ്. പുതിയ തലമുറയ്ക്കും ചെറിയ തിരുത്തൽ ആവശ്യമാണ്. മലയാള സിനിമയുടെ അഭിമാന മുദ്രകളായിട്ടുള്ള കഴിഞ്ഞ 10-90 വർഷത്തിലധികമായി നമ്മൾ ആസ്വദിക്കുന്ന സിനിമ, സാഹിത്യം, സംഗീതം എല്ലാം എല്ലാ തലമുറയ്ക്കും ആസ്വാദ്യകരമായ വിധത്തിൽ അവതരിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ വഴിയൊരുക്കട്ടെ. സാഹിതിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം തൃശ്ശൂരിന്റെ നഗരഹൃദയത്തിൽ അക്ഷരസ്നേഹികൾക്ക്, അക്ഷരപ്രണയികൾക്ക് ഒത്തുചേരുവാൻ ഇത്തരത്തിലുള്ള ചടങ്ങുകളും സംഗമങ്ങളും ഒരുക്കുന്ന സാഹിതി ഉണ്ണിച്ചേട്ടൻ, അപർണ ഉൾപ്പെടെ എല്ലാവരും ഒരുക്കുന്ന ഒരു എഫേർട്ട്, ശ്രമം അത് വലുതാണ്. പുതിയ തലമുറയ്ക്ക് കൂടെ അതറിയുവാൻ, അരങ്ങൊരുക്കുവാൻ സാഹിതിയുടെ ശ്രമങ്ങളിലൂടെ, നമ്മുടെ കൂട്ടായ ശ്രമത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാനസമയിനെ വരുന്ന സതീഷ് കുമാർ വിശാഖപട്ടണത്തിന്റെ പുസ്തകത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്.